ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ആക്ച്വലി മിക്ക വീക്കെൻഡ്സും ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. പച്ചക്കറിയൊക്കെ ഞങ്ങൾ കൂടുതലും വീക്കെൻഡ്സിലാണ് വാങ്ങാറ് കേട്ടോ. ഗ്രോസറി ഷോപ്പിംഗ് നമ്മൾ മന്തിൻ്റെ ഫസ്റ്റ് വീക്ക് വാങ്ങും. അല്ലാതെ എല്ലാ വീക്കെൻഡ്സുമാണ് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പച്ചക്കറി മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഭയങ്കര ഒരു കാം ആൻഡ് റിലാക്സിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഡേ ടൈമിലൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര ഹറിബറിയാണ്, നമ്മൾ ഒരുപാട് ടയേർഡ് ആകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും കുറച്ചും കൂടിയൊക്കെ ഒന്ന് റിലാക്സ്ഡായി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് ഷോപ്പിങ്ങിന് പോയി വരുമ്പോൾ നല്ലൊരു വൈബായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ കാണുന്നത് നോളജ് സിറ്റിയാണ് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയായിരിക്കും, മർക്കസ് നോളജ് സിറ്റി. ഇതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. ആക്ച്വലി ഇതൊരു ടൗൺഷിപ്പ് പോലെയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഫ്ലാറ്റുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇൻ്റർനാഷണൽ സ്കൂൾസ് ഉണ്ട്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസുമുള്ള മോസ്ക് ഉണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ടൗൺഷിപ്പ് പോലത്തെ ഒരു ഇതാണ് മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്താണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് ഒരു സ്റ്റേഷനറി കടയിലേക്കാണ് കേട്ടോ. മക്കൾ 2-3 ദിവസമല്ല, ആക്ച്വലി 2-3 ആഴ്ചയായിട്ട് പറയുകയാണ് അവർക്ക് ബോക്സ് വേണമെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂൾ തുറന്നപ്പം അവർക്ക് ബോക്സും വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്താണ്. പക്ഷേ ഇപ്പം അവരുടെ ക്രേസ് മാറി. നമ്മളന്ന് പൗച്ചായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി വാശി പിടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നത് വാങ്ങിക്കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, എല്ലാം കൂടെ ഉള്ളൊരു കടയാട്ടോ. ഇലക്ട്രോണിക്സ് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, ഫാൻസി ഉണ്ട്, അങ്ങനെ എല്ലാം ഉള്ള ഒരു കടയാട്ടോ. അങ്ങനെ മക്കൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബോക്സും വലിച്ചു വാരിയിട്ടിട്ട് അവർ ലാസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട 2 സെലക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ബോക്സിൻ്റെയൊക്കെ കളക്ഷൻസ് കുറവായിരുന്നു. കാരണം സ്കൂളൊക്കെ തുറക്കുമ്പോഴാണല്ലോ ഇതൊക്കെ പുതിയ കുറേ ഐറ്റംസൊക്കെ വരാം. ഇപ്പോൾ അതെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ അന്വേഷിച്ച് പോയി സ്പൈഡർമാനായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടിയില്ലെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടെ പെൻസിൽ, റബ്ബർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും സ്റ്റേഷനറി കടയിൽ കയറി അവർ പറക്കുന്ന കുറച്ച് സാധനങ്ങളാണ് റബ്ബറും പെൻസിലും ഒക്കെ. പക്ഷേ എഴുതാൻ നേരത്ത് നോക്കി ഇതൊന്നും കാണത്തില്ല താനും. പിന്നെ നമുക്ക് ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡൊന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അതാകെ പൊട്ടി നാശമായിട്ടിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ഫോണിൻ്റെ സ്ക്രീനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. സ്ക്രീൻ ഗാർഡായിരുന്നു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ മാറ്റി. അതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന പച്ചക്കറിക്കടയിലാട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് നോമ്പുകാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാനുണ്ടായിരുന്നു. ഈ എല്ലാ ദിവസവും പച്ചക്കറി തന്നെയാണല്ലോ. അപ്പോൾ താല്പര്യമില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ ആകെപ്പാടെ വെറുപ്പിക്കാൻ തുടങ്ങും കേട്ടോ. കാരണം ഇവിടെ അവർക്ക് പിറക്കാനുള്ള ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഏരിയയാണ് ഇവിടെ പച്ചക്കറി ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആകെ മടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ അവർക്ക് എപ്പോഴും വിശപ്പാണല്ലോ. എപ്പോഴും വിശക്കുന്നു, വെള്ളം എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടും ഒരു കോഫിയൊക്കെ കുടിച്ചു. ആക്ച്വലി ഞാൻ പുറത്ത് കോഫി ഷോപ്പിൽ പോയാൽ മാത്രമേ ചായ കുടിക്കാറുള്ളൂ കേട്ടോ. വീട്ടിൽ കട്ടൻ കാപ്പിയാണ് കുടിക്കാറ്. പുറത്തുള്ള കോഫി ഷോപ്പിൽ ചായ മാത്രമേ ഇച്ചാന് പറ്റത്തുള്ളൂ. ബാക്കി വീട്ടിലുണ്ടാക്കുന്നതിന് പാലിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് നമ്മൾ ഇച്ചാൻ കഴിക്കാറില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കട്ടിങ്ങും ഷേവിങ്ങുമാണ് കേട്ടോ. ഇവർക്ക് 3 പേർക്കും ഹെയർ കട്ട് ഉണ്ടായിരുന്നു. ഇച്ചാന് ഷേവിങ്ങും ഉണ്ടായിരുന്നു. ചെന്ന പാട് തന്നെ ഏടാപ്പി സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പള്ളിപ്പെരുന്നാളുണ്ട്, പിന്നെ പിള്ളേർക്ക് വെക്കേഷനാണ്, ക്രിസ്മസ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ മുടിയൊക്കെ വെട്ടി ആ കാര്യങ്ങൾ ചെയ്ത് തീർത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇടാപ്പിയും മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് ബ്രഷൊക്കെ ചെയ്തിട്ടാണ് അവനെ വിട്ടത്. എങ്കിൽ പോലും അവൻ സ്വന്തമായിട്ട് ബ്രഷ് ചെയ്താലേ അവന് സമാധാനമുള്ളൂ. അവർ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അവൻ അതൊക്കെ മാറ്റി അവൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്യും. എങ്കിലേ അവനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ അപ്പം ആ സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആക്ച്വലി അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ റിലാക്സ്ഡായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എടാപ്പി അവൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും
അവൻ അവിടെയൊക്കെ ഓടിക്കളിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജൂഡുവിൻ്റെ ഹെയർ കട്ടെല്ലാം കഴിഞ്ഞു, സുന്ദരക്കുട്ടപ്പനായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ കട്ടെല്ലാം കഴിയാറായപ്പോഴത്തേക്കും വേറെ കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ ഇനി ഇച്ചാൻ്റെ ഷേവിങ്ങിനാണ് സമയം എടുക്കുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്കും നമ്മുടെ പള്ളിയിലെത്തിയപ്പം പള്ളീൻ്റെ അവിടെയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പള്ളി പെരുന്നാളൊക്കെ ആവാറായതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നാളത്തേക്ക് എങ്ങനെ ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു വൈബായിരിക്കും ഇവിടെ ഉണ്ടാവുക. അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇതാണല്ലോ. ഇനി നമുക്ക് മേടിക്കാനുള്ളത് സ്റ്റാറാണ് കേട്ടോ. ആക്ച്വലി കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഴയ സ്റ്റാറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ വർഷം ഒരു പുതിയ സ്റ്റാർ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറേ നോക്കിയിട്ടും പക്ഷേ നമുക്ക് കിട്ടിയില്ല ആക്ച്വലി നമുക്ക് ഇഷ്ടപ്പെട്ടത്. കളക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു കടയിൽ പോയിട്ട് മേടിക്കുകയാണ് ചെയ്തത്. വീടെത്തി പിന്നെ ഇതാണ് ഇവർ മേടിച്ച റബ്ബർ. ഈ റബ്ബറാണ് ഇവരുടെ ഏറ്റവും വലിയ ക്രേസ് എന്ന് പറയുന്ന സംഭവം. നമുക്കൊക്കെ ചെറുപ്പത്തിൽ സ്റ്റാമ്പ് കളക്ഷനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഈ റബ്ബർ കളക്ഷനാണ് ഇവരുടെ ഹോബി. രണ്ടുപേരും അങ്ങനെ ആവശ്യത്തിലധികം റബ്ബറും പെൻസിലും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ജൂഡു ആണെങ്കിൽ ബോക്സ് നിറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ചാൽ കേട്ടോ അവർക്കൊരു സമാധാനമുള്ളൂ. അങ്ങനെ ഇതെല്ലാം ഇപ്പോൾ ഇതെല്ലാം നിറച്ചിരിക്കുന്നത് കാണാം. എഴുതാൻ നോക്കുമ്പോൾ ഒറ്റൊരു പെൻസിലും ഒറ്റൊരു റബ്ബറും കാണത്തുണ്ട്. പിന്നെ അത് അന്വേഷിച്ച് ഞാൻ നടന്ന് കണ്ടുപിടിക്കണം കേട്ടോ. പുതിയ സാധനങ്ങളൊക്കെ ഇന്ന് കിട്ടിയതുകൊണ്ട് തന്നെ 2 പേർക്കും ഹോംവർക്കൊക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. 2 ദിവസം ലീവായിരുന്നു, സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് പിള്ളേർ ഹോംവർക്കൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ഇന്ന് ചെയ്യുകയാണ്. നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇന്ന് കുഴപ്പമൊന്നുമില്ലാതെ ഇത് ചെയ്യുന്നുണ്ട്. പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.